സോയിൽ ക്ലേ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന സ്പെല്ലിങ്ങിനൊക്കെ കളർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ എസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും കൊടുക്കല്ലേ, ഒരു പേസ്റ്റൽ കളറൊക്കെ ആക്കി എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിട്ട് അതിൽ വൈറ്റ് മിക്സ് ചെയ്താൽ നമ്മുടെ പേസ്റ്റൽ കളർ റെഡിയായി. അതങ്ങനെയുള്ളത് ഒരു ഭാഗ്യമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പേസ്റ്റൽ കളറിൻ്റെ സെറ്റൊന്നുമില്ല, അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെയ്സി ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അധികം പണിയൊന്നുമില്ലല്ലോ, കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ കിട്ടും ചെയ്യും. അപ്പം ഞാൻ ഈ ഫ്ലവർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടായിരുന്നല്ലോ ഇതൊക്കെ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു ഈ പെയിൻറ്റ് ചെയ്യുന്ന ഈ പിക്ചേഴ്സൊക്കെ. അപ്പം ഞാൻ അതിലൊന്ന് ഇങ്ങനെ ഏകദേശം ആക്കി എടുത്തതാണ്, ഫുള്ളായിട്ട് അത് കോപ്പി അടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമുക്കിത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്പെല്ലിങ്ങുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എസ് പെയിൻ്റ് അടിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ വൈറ്റ് പെറ്റൽസൊക്കെ വരച്ചതിന് ശേഷം സെൻട്രലിലായിട്ട് യെല്ലോ കളർ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പണി കഴിഞ്ഞിട്ടോ, ഞാൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഡോട്ട്സ് അവിടെയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇടയിലൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എസ് അല്ല പെയിൻറ്റ് ചെയ്തത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത സ്പെല്ലിങ്ങുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.